Hi, hello, namaskaram and welcome to Tinker Show. So in the Tinker Show with you all, it's me Varsha and with me my host Reema Shaji. AI വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ചിപ്പ് ഓർ ദ ബേസിക് ഹാർഡ്വെയർ മാനുഫാക്ചറിങ് എന്നും അങ്ങനെ തന്നെ നിൽക്കും. എന്നെ സംബന്ധിച്ച് വിമൻ ഇൻ ടെക് ഇസ് നോട്ട് എ പ്ലേസ് വെയർ ഇനിയും കുറേ വിമൻ ഓൺലി ഇവൻറ്റ്സ് ഷുഡ് ഹാപ്പൻ. പക്ഷേ ഇറ്റ് ഷുഡ് ബി എ പ്ലേസ് വെയർ എനിക്ക് മൊത്തം വിമൻ ഓൺലി ഇവൻറ്റ്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം. FPGA പറഞ്ഞ ഒരു ബോർഡ് കിട്ടും, ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റർ. എന്നെ ഈ കോൺഫറൻസിൽ ഇവിടെ വർഷം ഇൻട്രസ്റ്റിംഗ് AI സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ത്രില്ല് വന്നൊരു പ്രൊജക്റ്റ്. അതായത് ഔട്ട്പുട്ട് കിട്ടിയപ്പോഴത്തേക്കും ഔട്ട്പുട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പോയത് ത്രൂ TinkerHub ആണ്. വി വോണ്ട് എ സ്പേസ് വെയർ വിമന് ഭയങ്കര ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. റീമ ഷാജി ഇന്ന് വളരെയധികം ഗെറ്റപ്പായിട്ട് കുട്ടപ്പനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഈ കാക്കിരി പൂക്കിരി കോലത്തിൽ ഇങ്ങനെ ഞാൻ വന്നത് ഇതിങ്ങനെയായിരുന്നു. അതായത് ഇങ്ങനെയായിരുന്നു പോഡ്കാസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ റീമേനെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു കാര്യം മറന്നുപോയി. അതെ, ആ ഒരു കാര്യം ഞാൻ അങ്ങ് ഒഴിവാക്കി. അതായത് ഓൾറെഡി റീമ ഒരുപാട് ഭയങ്കര ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. കോമ്പറ്റീഷൻ ആവണ്ട അങ്ങനെ വന്നിരിക്കുന്ന ഒരു ഹോസ്റ്റിന്റെ കൂടെ. സോ ഇറ്റ് ഈസ് മീ വർഷ ജോയിനിങ് വിത്ത് യു ഓൺ ടിങ്കർ ടോക്സ്. സോ ഇത് പറഞ്ഞാൽ നീ പൊതിപ്പോളോ എന്നൊക്കെ അറിയില്ല. ബട്ട് ദെൻ പേഴ്സണലി എനിക്ക് വിമൻ ഇൻ ടെക് കണ്ടത് വളരെ കുറവാണ്. ഇൻ മൈ കോളേജ് ആണെങ്കിലും ജനറലി ഒരു സ്പേസിലാണെങ്കിലും അല്ലെങ്കിൽ ടെക്കിനെ പറ്റി സംസാരിക്കുന്ന കോൺഫിഡൻ്റ്ലി ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സ് ചെയ്ത വിമനെ ഞാൻ കണ്ട് ജനറലി കുറവാണ്. സ്പേസിലാണെങ്കിലും ആ ഒരു റേഷ്യോ ഭയങ്കര കുറവാണ്. സോ വെൻ യു കെയിം ടു ടിങ്കർ സ്പേസ് ഫോർ ദ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വർഷയെ പരിചയപ്പെട്ടപ്പോൾ there was this awe in my mind that okay, there's this women who has അടിപൊളിയായിട്ട് ടെക്ക് ചെയ്യുന്നു, who is irrespective of അറിയത്തില്ലെങ്കിൽ പോലും I am happy to do, എനിക്കറിയത്തില്ല ഞാനത് ചെയ്ത് നോക്കാം. ലൈക്ക് ഞാൻ വർഷമായിട്ടുള്ള ഫസ്റ്റ് കോൺവെർസേഷൻ ഞാൻ ചോദിച്ചു, അപ്പോൾ ഏത് പെർട്ടിക്കുലർ ഡൊമൈനിലാണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ വർഷം മേലെ ഏത് ഡൊമൈനിൽ തന്നാലും ഞാൻ ചെയ്യും, എനിക്കറിയാത്തതാണ് ഞാൻ പഠിച്ചിട്ട് ചെയ്യും. സോ ഐ ലൈക്ക് ദറ്റ് കോൺഫിഡൻസ് ഇൻ യു ദറ്റ് ഓക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് അറിയത്തില്ലെങ്കിൽ പോലും ഞാനത് നോക്കി പഠിച്ച് ചെയ്യാം എന്നൊരു ഐ ഹവ് നോട്ട് ഹേർഡ് വിമൻ യൂഷ്വലി സേ ദാറ്റ് ഇൻ ടെക് ഫീൽഡ് സ്പെസിഫിക്കലി. ബാക്കി ഏത് ഫീൽഡിലാണ് നമ്മൾ ഓക്കെ ചെയ്യാം എന്ന് റെഡി ആയിട്ട്. അപ്പം ഞാനത് കണ്ടിട്ടില്ല പേഴ്സണലി. സോ എനിക്ക് വർഷയെ പരിചയപ്പെട്ടപ്പോൾ വർഷയെ കണ്ടപ്പോൾ ആ ഒരു സെൻസേഷൻ വാസ് വെരി ഹാപ്പി ആൻഡ് ഓക്കെ അറ്റ്ലീസ്റ്റ് ഐ നോ എ വിമൻ ഹു ഇസ് അടിപൊളി ഇൻ ടെക് ആൻഡ് എ കോളേജ് സ്റ്റുഡൻറ്റ്, തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് എന്നും കൂടി പറഞ്ഞപ്പോൾ ഐ വാസ് സൂപ്പർ ഹാപ്പി ടു നോ ദറ്റ് ഓക്കെ കോളേജിൽ തന്നെ എത്ര അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു മേക്കർ. കാരണം യൂഷ്വലി എനിക്കിവിടെ മെയിൽ മേക്കർ പറഞ്ഞാൽ കുറേ ആൾക്കാരെ പറയാൻ കിട്ടും. ബട്ട് ദെൻ ഒരു വിമൻ മേക്കറായിട്ട് ഞാൻ വെരി ഫ്യൂ കണ്ടിട്ടില്ല. അതിൽ വൺ ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ ഐ ഹവ് മെറ്റ് ഹിയർ ആസ് എ ടെക് മേക്കർ വുഡ് ബി യു. സോ ഇറ്റ്സ് മൈ പ്രിവിലേജ്, ഹാപ്പി ടു introduce and host you for the podcast. So this is Varsha, who is the adiboli tech maker whom you can visit and whom you can see at Tinker Space. So ഇനി മോർ ഞാൻ കുറച്ചുകൂടി പറയുന്നേക്കാൾ നല്ലത്, ഞാൻ ഈ തള്ളുന്നേക്കാൾ നല്ലത് നീ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഫോർ എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, എൻ്റെ പേര് വർഷ എന്നാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി കുസാറ്റിലെ 4th ഇയർ BTech സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ഐ വർക്ക് പാർട്ട് ടൈം ഫോർ എ കമ്പനി. സോ അവിടെ എൻ്റെ റോൾ ഇസ് ആസ് എ സോഫ്റ്റ്വെയർ റിസർച്ച് സ്പെഷ്യലിസ്റ്റ്. സോ മെയിൻലി ഐ ഡു ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. സോ ഇറ്റ് ഈസ് മോർ ലൈക്ക് വിത്ത് റെസ്പെക്ട് ടു മീ ആസ് എ മേക്കർ എനിക്ക് എപ്പോഴും ഡിഫറെൻറ്റ് സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. ലൈക്ക് ഒരു സാധനം ഞാൻ ചെയ്ത് കുറേ നേരം ആകുമ്പോൾ ഐ യൂഷ്വലി ഗെറ്റ് ബോർഡ്. അപ്പം ഐ വോണ്ട് ജംപ് ഫ്രം ഡിഫറെൻറ്റ് ടെക്നോളജീസ്. അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്ത് നോക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഇറ്റ് ഈസ് റൈറ്റ് നൗ ഐ ഗോട്ട് സംതിങ് വിച്ച് ഈസ് വെരി മച്ച് കുറച്ച് നിയറസ്റ്റ് ടു വാട്ട് ഐ വോണ്ട് ടു. അങ്ങനത്തെ ഒരു റോള് കിട്ടി. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. അങ്ങനെ പോകുന്നു. ആൻഡ് ഹിയർ ഇൻ TinkerHub ഐ ആം ദി വിമൻ ഇൻ ടെക് ഫെല്ലോ. യാ, ദാറ്റ് ഈസ് എ വെരി ബിറ്റ് എ ബ്രീഫ് ഇൻട്രോ അബൌട്ട് മീ. ഓൾ റൈറ്റ്. സോ ഞാൻ ലൈക്ക് കോളേജ് സ്കൂളിൽ തന്നെ നമ്മൾ ഭയങ്കര കുറവാണ്. ബിക്കോസ് ഐ ഡോണ്ട് നോ ഈ പോഡ്കാസ്റ്റ് കുറച്ചുകൂടി എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് ആവാൻ കാരണം ഐ ഹവ് ഓൾസോ ബെൻ ത്രൂ യുവർ ഫേസ്. അല്ലെങ്കിൽ ആസ് എ വിമൻ ആ ഒരു ഫീൽഡ് എങ്ങനെയൊക്കെ ആയിരിക്കും ഹാർഡായിരിക്കാമെന്ന് എനിക്കെപ്പോഴും ആലോചിക്കുന്ന. സോ
how are you in school that, you know, സ്കൂൾ ലൈഫിൽ എങ്ങനെയായിരുന്നു, ഹൗ ഡിഡ് യു സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഇനീഷ്യലി തന്നെ യു ആർ ഇൻട്രസ്റ്റഡ് ടു ഇറ്റ്, യു വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഹൗ ഡിഡ് ദാറ്റ് ജേർണി ബി? ആൻഡ് മോസ്റ്റ് പ്രോബ്ലി യു വിൽ ബി എ ബയോമാത്സ് സ്റ്റുഡൻറ്റ് ലൈക്ക് എനി അതർ എഞ്ചിനീയറിംഗ് കിഡ്. ബയോമാത്സ് വുഡ് ബി സംതിങ് യു ഹവ് ലേൺ. സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പണ്ട് ഇഷ്ടമായിരുന്നു. വാട്ട് ഈസ് യുവർ യുനോ എക്സ്പീരിയൻസ്? എനിക്ക് ടു ബി ഓണസ്റ്റ് സ്കൂളിൽ എനിക്ക് കമ്പ്യൂട്ടർ ഇഷ്ടമല്ലായിരുന്നു. ലൈക്ക് ഐ വാസ് നോട്ട് എ വെരി ടെക് എന്തൂസിയാസ്റ്റ് ഓർ സംതിങ്. സോ ബാക്ക് ഇൻ സ്കൂൾ ഓർ എപ്പോഴും ഐ വോണ്ടഡ് ടു ബി എ ടീച്ചർ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലൈക്ക് ഐ വോണ്ട് ടു ഇൻട്രാക്ട് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ, ഐ വോണ്ട് ടു ഷെയർ സംതിങ് വിച്ച് ഐ ന്യൂ ടു കുറേ ആൾക്കാർ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഐ വോണ്ടഡ് ടു ബി, നമ്മളിങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഒരു ടീച്ചർ ഉണ്ടാവുമല്ലോ. സോ ദാറ്റ് വെരി ചിൽ കൂൾ പേഴ്സൺ ഹൂം എവ്രി വൺ ലവ്സ്. അങ്ങനെയൊക്കെ അവിടെ നിന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സോ പ്ലസ് ടു കഴിഞ്ഞ് ഐ ആക്ച്വലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പക്ഷേ എന്നെ ടീച്ചറമ്മ വിട്ടില്ല വീട്ടിൽ നിന്ന്. അങ്ങനെ ലൈക്ക് ഞാനിങ്ങനെ ബ്രോട്ടുമാണ് വന്ന് പെട്ടതാണ് ഇൻ ടു കമ്പ്യൂട്ടർ സയൻസ്. സോ ഇറ്റ് വാസ് ഇൻ മൈ ഫസ്റ്റ് ഇയർ ആയിരുന്നു ഐ ആക്ച്വലി കെയിം ടു നോ ഇങ്ങനെ കോഡിംഗ് ഒക്കെ ഉണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും, ദർ ആർ ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇതൊന്നും ഐ നെവർ ന്യൂ ഇറ്റ് അൺടിൽ മൈ ഫസ്റ്റ് ഇയർ. സോ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഇറ്റ് വാസ് ഹോൾ എ ന്യൂ വേൾഡ്. ലൈക്ക് ഒരു ഭയങ്കര ന്യൂബീനെ കൊണ്ടുവന്നിട്ട് അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്നത് പോലെയായിരുന്നു ടു മീ ദി ടെക് വേൾഡ് വാസ്. ബിക്കോസ് ഐ വാസൻ അപ്ഡേറ്റഡ് ഓഫ് എനിത്തിങ്, ബിക്കോസ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ വാട്ട് ഹാപ്പൻസ് അറൗണ്ട് ദിസ്. അപ്പോൾ അതുകൊണ്ട് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ഐ റിയലി റിമെമ്പർ ദ ടൈം വെൻ ഞാനിങ്ങനെ സോ മൈ ടെക് ജേർണി കുറച്ചൊരു ഫൺ സാധനമാണ്. ലൈക്ക് സോ ഫസ്റ്റ് ഇയർ ഞാനിങ്ങനെ കോളേജിൽ വന്നപ്പോൾ there was this TinkerHub. So TinkerHub ആയിരുന്നു, ലൈക്ക് എവറിത്തിങ് സ്റ്റാർട്ടഡ് ഫ്രം TinkerHub ടു ബി ഓണസ്റ്റ്. അന്ന് എനിക്ക് ടിങ്കർ ഡേ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇൻ 2021 ഓർ സംതിങ്. സോ ദർ വാസ് എ ടിങ്കർ ഡേ ഇൻ സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പോൾ അന്ന് എൻ്റെ അമ്മ വാസ് TinkerHubൻ്റെ ടീച്ചറായിരുന്നു അവരുടെ കോളേജിൽ. സോ അതുകൊണ്ട് ഷീ ഗോട്ട് എൻ ഇൻവൈറ്റ് ടു അറ്റൻഡ് ഇറ്റ്. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ ഇങ്ങനെ വെറുതെ പോയി. സോ ഇറ്റ് വാസ് ജസ്റ്റ് കോവിഡ് ടൈംസ് ആയിരുന്നു. അപ്പം നമ്മൾ കോളേജിലൊന്നും അധികം പോകുന്നില്ല. ഐ ഹാഡ് നോ കണക്ഷൻസ് ഇൻ ദി ടെക് വേൾഡ്. അങ്ങനെ പോയപ്പോഴാണ് ഞാനിങ്ങനെ കുര്യനെ കണ്ടു. കുര്യനൊക്കെ അന്നിങ്ങനെ ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും ഉറ്റു നോക്കിയിരിക്കുന്നു കുര്യൻ വരാൻ. കുര്യൻ എന്നിട്ട് സ്പൈഡർമാൻ്റെ സിനിമ കാണാൻ പോകുന്നു, എല്ലാവരും പറ്റിക്കുന്നു. അങ്ങനത്തെ എല്ലാവരും വൈകുന്നേരം അവർ നോക്കിയിരിക്കണം, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഞാൻ കുര്യനെ കണ്ടു, കുറച്ച് കോളേജിലെ ആൾക്കാരെ പരിചയപ്പെട്ടു. ആൻഡ് ലൈക്ക് ഇറ്റ് ഈസ് ഫ്രം ദാറ്റ് ഡേ ഓൾ ദിസ് സ്റ്റാർട്ടഡ് ആക്ച്വലി. പിന്നെ അവരെന്നെ കണ്ട് പരിചയപ്പെട്ട് വർത്താനം പറഞ്ഞൊരു ക്യൂരിയോസിറ്റിയിൽ ദേ ഇൻട്രൊഡ്യൂസ് മീ ടു അനദർ ഗ്രൂപ്പ്. ആൻഡ് അവിടെ നിന്ന് ഐ സ്റ്റാർട്ടഡ് മൈ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ഒക്കെ. സോ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രൂപ്പിൽ ഇറ്റ് വാസ് ലൈക്ക് എ ബഞ്ച് ഓഫ് ഹോൾ ടെക് എന്തൂസിയാസ്റ്റ്. ആൻഡ് അവിടെയും ദർ വാസ് ദിസ് വിമൻ ഇൻ ടെക് പ്രോബ്ലം. അവിടെ അന്ന് ഞാനേ വിമൻ ആയിട്ടുള്ളൂ. ലൈക്ക് വി ട്രൈഡ് എ ലോട്ട് ടു ബ്രിങ് അതർ വിമൻ ടു, ബട്ട് സംവെയർ ദർ എന്തല്ലോ ഇതായിട്ട് അങ്ങനെ ഉണ്ടായില്ല. ബട്ട് ദെൻ ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പം ഞാനിങ്ങനെ എനിക്കൊരു സൂപ്പർ സീനിയർ ഉണ്ടായിരുന്നു. ഹിസ് നെയിം ഇസ് സാഹിൽ. ഇപ്പോൾ പുള്ളി NVIDIAയിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹിം ഫോർ എവറിത്തിങ് ഐ ഹവ് ഗോട്ട് ശരിക്കും. അപ്പം പുള്ളിക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ദാറ്റ് ഇൻ കോളേജ് ദർ ഷുഡ് ബി എ ടെക് കമ്മ്യൂണിറ്റി, ഇങ്ങനെ കൈമാറി പോകുന്നൊരു സംഭവം ഉണ്ടാവണം എന്നൊക്കെ. അപ്പം ആൻഡ് ബാക്ക് ദെൻ ഹി വാസ് വർക്കിംഗ് ഇൻ സിസ്കോ. പുള്ളി പാസ് ഔട്ടായി വർക്ക് ചെയ്യായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ എല്ലാ ദിവസവും കോളേജിൽ വന്നിട്ട് ഈ വാസ് വെരി എന്തൂസിയാസ്റ്റിക്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മളെ കൊണ്ട് കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയുടെ അടുത്ത് ടിങ്കർ ഡേക്ക് വെച്ച് കണ്ട ഒരാളോട് റെക്കമെൻഡേഷനിലെത്തി. ആൻഡ് ഹീ സെഡ് ടു മീ, ഞാൻ പുള്ളീനോട് ചോദിച്ചു, ഞാൻ ഭയങ്കര സ്റ്റാർട്ടിങ് ആണ്, ഐ റിയലി വോണ്ട് ടു ഡു സംതിങ് ബട്ട് ഐ ഡോണ്ട് നോ എനിത്തിങ്. അപ്പം ലൈക്ക് ടെൽ മീ എ വെരി സിമ്പിൾ ലാംഗ്വേജ് വിച്ച് ഐ ക്യാൻ ലേൺ വെരി ഈസിലി. അപ്പം സോ ദാറ്റ് എനിക്ക് തുടങ്ങുമ്പം പെട്ടെന്ന് തുടങ്ങാമല്ലോ. ബിക്കോസ് എനിക്കന്ന് പൈത്തൻ്റെ എക്സിസ്റ്റൻസ് ഒന്നും അറിയില്ല. അപ്പോൾ ഹീ സെഡ് ഓക്കെ ഐ വിൽ ഗിവ് യു സംതിങ് വിച്ച് യു ക്യാൻ ലേൺ വെരി ഈസിലി എന്ന് പറഞ്ഞിട്ട് ഹീ സെഡ് ലേൺ അസംബ്ലി ലാംഗ്വേജ്. അന്ന് എനിക്ക് അസംബ്ലി ആണോ പൈത്തൺ ആണോ ഈസിയർ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഓക്കെ ശരി ഞാൻ പഠിക്കാം, അസംബ്ലി അല്ലേ ഇപ്പോൾ പഠിക്കാം, എന്താ എടുത്ത് തരാൻ പറ്റും. സോ ഇതിങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ദർ ഇസ് ദിസ് ലാംഗ്വേജ് കോൾഡ് അസംബ്ലി. പിന്നെ ഹയർ ലെവൽ ലാംഗ്വേജസ് ഉണ്ട് സച്ച് ദാറ്റ് യു വാണ്ട് ടു ലേൺ ദിസ് പെർട്ടിക്കുലർ ലാംഗ്വേജ് യു നീഡ് ടു നോ ദ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഞാൻ ഐ വെൻ ടു ഹിം ആൻഡ് ഐ ആസ്ക്ഡ് ഹിം, ഇതല്ലല്ലോ, ഇതൊന്നും ആരും പഠിക്കാത്ത ഭാഷയാണ്, ഇതൊന്നും അല്ല ഒരു ബിഗിനർ പഠിക്കില്ല. അപ്പം നീയല്ലേ പറഞ്ഞത് ഈസി ആയിട്ടുള്ള വേണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈസി ആയിട്ടുള്ളതാണ് പറഞ്ഞത്, പക്ഷെ പുള്ളി ഇൻ്റർപ്രറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിന് ഈസി ആയിട്ടുള്ളതല്ലായിരുന്നു. ആൻഡ് ദെൻ ഇറ്റ് വാസ് ലൈക്ക് ദ ജോബ്. ഐ വാസ് ലൈക്ക് ത്രൂ ഔട്ട് ദ ഡേ ഐ വാസ് ലൈക്ക് ഞാൻ വല്ല ഡിസൈനിങ് പഠിക്കാം സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഡൺ പ്രിറ്റി മച്ച് ഈസിയർ. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് യു ക്യാൻ ലേൺ ദിസ്, യു ലേൺ ദിസ് എന്ന് പറഞ്ഞിട്ട്
he kept me there and we tried. അങ്ങനെ I learned this particular language for 5-6 months. I learned the computer architecture. So ഇത് ലെവലിൽ സാധനം എങ്ങനെ വർക്ക് ചെയ്യും was the very first thing I learned. അപ്പം ആൻഡ് പിന്നെ എവിടെ പോയാലും ഐ വാസ് ലൈക്ക് ദ ലാംഗ്വേജ് ഐ നോ ഈസ് അസംബ്ലി എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും ഹാക്കത്തോണൊക്കെ പോകുമ്പോഴേക്കും ഐ യൂസ് ടു ഗോ ആസ് എ അന്ന് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. ബട്ട് ദെൻ ഐ യൂസ് ടു ഗോ ആസ് എ മെൻറ്റർ ഫോർ ഹാക്കത്തോൺസ്. വിളിക്കുമ്പോൾ ഞാൻ ചാടിക്കറി പോകും എന്തിനോ എന്തോ. അപ്പോൾ ശരിക്കും എന്തിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഐ നോ അസംബ്ലി, പക്ഷെ നമുക്കത് ഇവിടെ വേണ്ട, നമുക്കതറിയില്ല. അങ്ങനെയൊക്കെ ലൈക്ക് ദർ വാസ് ലൈക്ക് മോർ ഫൺ വിത്ത് ദാറ്റ്. ബട്ട് ദെൻ അതിലുകൊണ്ടുണ്ടായ ഒരു അഡ്വാൻറ്റേജസ്, ഞാൻ ആ ഒരു ലാംഗ്വേജ് ഒരു 5-6 months പഠിച്ച് ലൈക്ക് അതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഫോർ ഒരു പ്രിന്റ് എഴുതണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് റൈറ്റ് അറൌണ്ട് 10 lines ഓഫ് കോഡ്. ബിക്കോസ് എല്ലാം രജിസ്റ്റർ ബൈ രജിസ്റ്റർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണം. അപ്പം ദ തിങ് ഈസ് ഇത് കഴിഞ്ഞിട്ട് ഓരോ ലാംഗ്വേജ് പഠിച്ചപ്പോഴും ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ഓഫ് എവറിത്തിങ്. ലൈക്ക് ഇപ്പം റീമ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് അറിയില്ലെങ്കിലും ഇഫ് എ ടാസ്ക് ഇസ് ഗിവൺ ഐ ട്രൈ ടു ഡു. അതിങ്ങനെയാണ്. ബിക്കോസ് ഇൻ ഡെപ്ത് ടെക്നിക്കലി നമ്മൾ ഡിവൈസ് കൊണ്ട് ഫീസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് സംതിങ് ഐ ഗോട്ട് ഫ്രം ദെയർ. ബിക്കോസ് അവസാനം ഒന്നും പറ്റിയില്ലെങ്കിൽ അസംബ്ലി എഴുതി മാറ്റാം എന്നുള്ള ഒരു ലെവൽ ഓഫ് സാധനം കിട്ടി. സോ ഐ ലൈക്ക് ഇപ്പം if you are really like want to know or curious about tech, I would really recommend that language because അത് പഠിക്കാൻ ഒബ്വിയസ്ലി ആദ്യം കാണുമ്പോൾ കുറച്ച് പാട്, അല്ലെങ്കിൽ റിസോഴ്സസ് കുറവായിരിക്കും. ദർ വോണ്ട് ബി അതർ മെൻറ്റേഴ്സ് ഓർ കുറേ പേര്. ബട്ട് ദെൻ വൺസ് നമുക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനം. ബിക്കോസ് അറിയാവുന്ന ആൾക്കാരോട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ഓൾറെഡി അറിയാം പൈത്തൺ എളുപ്പമുള്ളൂ. സോ അങ്ങനെയൊക്കെ പോയിട്ട് ചെയ്ത് നോക്കേണ്ടതുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ഓപ്ഷൻ. അവിടെ നിന്നാണ് ബേസിക്കലി എനിക്ക് ആ ഒരു ടെക്കിലുള്ളൊരു കോൺഫിഡൻസും സാധനങ്ങളിലൊക്കെ കിട്ടിയത്. സോ ദാറ്റ് ഈസ് മൈ സ്റ്റാർട്ടിങ് ജേർണി ആസ് സച്ച്. ഗ്രേറ്റ്. ഇപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പഠിക്കാൻ ഹാർഡാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ വിത്ത് യുവർ സിസ്റ്റം, അല്ലെങ്കിൽ ആസ് എ എന്താ പറയുക +2 വരെ ബയോ മാത്സ് എടുത്ത് കമ്പ്യൂട്ടർ ആലോചിക്കാൻ പ്ലാനേ ഇല്ലാത്ത ആൾക്ക് ആ ഷിഫ്റ്റ് വന്നപ്പോൾ ഹൗ വേ യു ഏബിൾ ടു മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ട്രൈ ചെയ്തത് അതിന് വേണ്ടിയിട്ട്? ടു ബി ഓണസ്റ്റ്, നിലനിൽപ്പിൻ്റെ പ്രശ്നം. അതായത് ലൈക്ക് ഇപ്പം എനിക്ക് ആ സാധനം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും അവിടെ ചെയ്യാനില്ല. അതായത് ഐ വാസ് എമംഗ് പീപ്പിൾ ഹു ന്യൂ കുറേ തിങ്സ്. സോ ദിസ് പെർട്ടിക്കുലർ ലാംഗ്വേജ് വാസ് സംതിങ് വിച്ച് മെനി ഡിഡിൻ ന്യൂ. അപ്പോൾ എനിക്ക് അവിടെ ഒരു വോയിസ് ഉണ്ടാവണം, ഓർ ഐ വോണ്ടഡ് ടു ഷോ ദം ദാറ്റ് ഐ ക്യാൻ ഓൾസോ ഡു സംതിങ്. ദിസ് വാസ് മൈ ഓൺലി ഓപ്ഷൻ ടു. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ലൈക്ക് എല്ലാ സാധനത്തിനും മിക്കവാറും അങ്ങനത്തെ ഒരു റീസൺ ഉണ്ടാവും വിച്ച് എല്ലാ ഹ്യൂമൻ ബീങ്സും ഇസ് വെരി ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ളത്, ഓർ ഇസ് ലുക്കിംഗ് ഫോർവേഡ് ഇൻ ടു. അങ്ങനെയൊക്കെ ആയിരുന്നു ലൈക്ക് അന്നങ്ങനെ പഠിച്ചു പോയി. ഒരു കാര്യം എനിക്ക് ചോദിക്കല്ലേ, ഇപ്പോൾ ടിപ്പിക്കലി യൂഷ്വലി എല്ലാവരും എന്താ പറയുക സ്റ്റുഡൻസ് ഇപ്പോൾ എല്ലാ എവിടെയാണെങ്കിലും കോളേജിൽ എവിടെയാണെങ്കിലും സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും ബയോമാത്ത് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അവർ കോളേജിലെത്തുമ്പോൾ അവർ പറയും ഞാൻ ബയോമാത്ത് എടുത്തുകൊണ്ട് എനിക്ക് അറിയത്തില്ല കോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ആ ഫീൽഡിലോട്ട് കയറാൻ അറിയത്തില്ല. കാരണം അവർ കൂടെ വരുന്നവരൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തായിരിക്കും. അപ്പോൾ ആ ഒരു ബാരിയർ വർഷ ക്രോസ് ചെയ്തല്ലോ. അപ്പോൾ അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരോട് വർഷയ്ക്ക് ആക്ച്വലി എന്താ പറയാനുള്ളത്? ലൈക്ക് റെസ്പെക്റ്റീവ്, കാരണം വർഷ പ്രൂവ് ചെയ്ത് ദറ്റ് റെസ്പെക്റ്റീവ് ഓഫ് ഏതാണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ എന്നുള്ളത്. അത് ലൈക്ക് വൺസ് യു കം ഇൻ ടു കോളേജ് ഓർ ഇഫ് യു ആർ എ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ്, നിങ്ങൾ പണ്ട് എന്തായിരുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ലൈക്ക് ഇറ്റ് ഈസ് ഓൾ ദറ്റ് നൗ യു ആർ എ കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റ്. അതിപ്പോൾ നമ്മളിപ്പം ഐ നോ മെനി പീപ്പിൾ ഹു ആർ ഫ്രം എ ബയോ ബാക്ക്ഗ്രൗണ്ട്, എന്നിട്ട് ഇപ്പം ഭയങ്കര അടിപൊളിയായിട്ട് ഡിഫറെൻറ്റ് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് വന്നു കഴിയുമ്പോൾ ആ തോട്ടൊക്കെ മാറ്റി വെക്കുക. ലൈക്ക് don't care about that. ഇപ്പം ലൈക്ക് ഐ ഹാവ് സീൻ ഈ മെൻ സാധനങ്ങൾ പറഞ്ഞല്ലോ, വിച്ച് ഇസ് സംതിങ് വിച്ച് ഐ ഹാവ് ഒബ്സർവ്ഡ് ഇസ് നമ്മളൊരു കോളേജ് ലെവലിൽ വരുമ്പം മെൻ വിൽ ബി സമ്മൺ ഹു ഹാവ് ദ ബേസ് നോളജ്. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർന്നു വരുന്നതിൽ വീട്ടിൽ നമുക്ക് അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ ഉണ്ടെങ്കിൽ they used to play video games. അല്ലേ? how many women play video games? the games, the everything. ഒരു ക്രൗഡിൽ മെന്നിനോട് ആർക്കൊക്കെ GT3 അറിയാമെന്ന് ചോദിച്ചാൽ എല്ലാവരും നമ്മളൊക്കെ GT3 എന്താണ്. So it is like ആ ഒരു
ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതായത് ഫ്രം ഗെയിംസ് ടു സോഷ്യൽ ഇന്ററാക്ഷൻ. വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, പ്ലംബിങ്ങിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പോയി ചെയ്യാൻ പറ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ദ man in the house to do. So there is like less exposure for women which I have seen always. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ എൻവയോൺമെന്റിൽ വരുന്നു, യു ആർ സറൗണ്ടഡ് വിത്ത് പീപ്പിൾ ഹു നോ മെനി തിങ്സ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം is they get really tensed. You know, this is something which I have really observed. Women എപ്പോഴും the resultൽ ഭയങ്കര tensed ആയിരിക്കും. They always think of when you drive also, like so I have read a blog once that men are better drivers than women, but women cause less accidents than men. That's very true. Like women എപ്പോഴും they are more concerned about what is going to, ചിലപ്പോൾ സ്പീഡൊക്കെ അവർക്ക് കുറവായിരിക്കും കേട്ടോ, അപ്പം happen next, or if I do this what will happen, അങ്ങനെയൊക്കെ ഭയങ്കര മെന്റൽ കാൽക്കുലേഷൻ ഫുൾ ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി കുറെ പേർക്ക് ഹിൻഡറൻസ് ഡ്രൈവ് ചെയ്യാൻ, വണ്ടി തട്ടിയാലോ എന്ത് പറ്റും, കോൺസിക്വൻസസ് എങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് അപ്പം ലൈക്ക് വരുന്ന സമയത്ത് ദേ വിൽ ബി സറൗണ്ടഡ് വിത്ത് കുറേ പീപ്പിൾ ഹു നോ മെനി തിങ്സ്. അപ്പം ഭയങ്കര പ്രഷറാണല്ലോ. അപ്പോൾ ദേ തിങ്ക് ലൈക്ക് ഞാൻ ഏറ്റവും ചെറിയൊരു സാധനം പഠിച്ചു നോക്കാം, സോ ദാറ്റ് അങ്ങനെ ചെയ്ത് വരാലോ. ബട്ട് ദെൻ ഓൺ ദ വേ അവർ എവിടെയെങ്കിലും സ്റ്റക്ക് ആവും. മേ ബി കോളേജിലോ ഒരു എക്സാം വരും, ഓർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വന്നിട്ട് they'll get a blocker and they'll go behind something where they can get കുറച്ചും കൂടെ പെട്ടെന്ന് they'll get results, and there is this possibility of jumping. Very true. നമ്മൾ പിന്നെ ഇനി എന്തായാലും ഇങ്ങോട്ട് ഈ ഫീൽഡിൽ എത്തി, ഇനി നോ വേ ഔട്ട്, ഗോയിങ് ഫോർവേഡ്, മേക്ക് യുവർ സെൽഫ് ബെറ്റർ അറ്റ് ഇറ്റ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് ലൈക്ക് so when I came to computer science field, I accepted my reality that ഇവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ എൻ്റെ ഓപ്ഷൻ വാസ്, ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഐ ലേൺ കമ്പ്യൂട്ടർ സയൻസ്, ആൻഡ് ദർ ഇസ് ദിസ് ട്രെൻഡ് ഐ ഹവ് ബീൻ സീയിങ് കുറേ സ്ഥലങ്ങളിൽ. അതായത് if you learn computer science you will at least get a job where you are having 25,000 per month salary. ഇപ്പോൾ കുസാറ്റിൽ പഠിക്കുകയാണെങ്കിൽ you will get minimum ആ ഒരു പ്ലേസ്മെൻറ്റ്. അപ്പം I was like okay I'll secure something like this, ഒന്നുമില്ലെങ്കിൽ I'll have this. But then എനിക്ക് കൂടുതൽ വേറെ സോഷ്യൽ, ഇപ്പം I used to love anchoring, I used to love podcasting, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ was my thought. But when I came into this, when I started doing things is like more of കുറച്ചും കൂടെ രസമായി തുടങ്ങി. I never thought ഞാനിങ്ങനെ ഒരു കമ്പ്യൂട്ടർ സയൻസ് സാധനത്തിൽ സ്റ്റക്ക് ഇൻ ചെയ്യും ഓർ ഐ വിൽ ഡൂ എന്നുള്ള സാധനം. ലൈക്ക് എനിക്ക് അങ്ങനെ ഇൻഹറൻ്റ് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ when I started building products or when I started deliver something, like there was this, from my first year I used to do freelancing. Like കുറേ അറൗണ്ട് ഒരു 10, 20, 30 പ്രോഡക്ട്സ് ഞാൻ ഫ്രീലാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈക്ക് ഇൻട്രാക്ടിങ് വിത്ത് ദം, ഗെറ്റിംഗ് ടു ഡോ ദെയർ നീഡ്സ്, ഓർ ഷിപ്പിംഗ് എ പ്രൊഡക്റ്റ് വാസ് ഭയങ്കര ഒരു കഫീനുള്ള ഒരു അഡിക്ഷനുള്ള സാധനമായി. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഒരു 20-year-oldനെ സംബന്ധിച്ച് യു ആർ ഗിവിങ് സംതിങ് someone something and you are getting money was ഭയങ്കര ഫ്യൂലിംഗ് ഫാക്ടർ. എനിക്ക് ചോദിക്കണം വിചാരിച്ചത് ലൈക്ക് കുറേ ലൈക്ക് ഗേൾസ് എസ്പെഷ്യലി നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ സിനാരിയോയിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ വളരെ അത്ര ഇതില്ലാത്ത ഒരു ടോപ്പിക്കാണ്. ആൻഡ് എസ്പെഷ്യലി ഫോർ വിമൻ. കാരണം വിമന് എന്ത് ചെയ്യും, ആദ്യം അച്ഛൻ പേ ചെയ്യും, അത് കഴിഞ്ഞാൽ നമ്മളൊരു കോണ്ടെക്സ്റ്റിൽ ഹസ്ബൻഡ് പേ ചെയ്യുന്നുള്ളൊരു തോട്ടിലാണ് നമ്മൾ സൊസൈറ്റിയിൽ സെറ്റപ്പ് വരുന്നത്. സോ വൺസ് അതും ജോലിക്ക് കയറുന്ന മുന്നേ കോളേജിൽ തന്നെ ഇഫ് യു ക്യാൻ മേക്ക് മണി ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുന്ന ഇസ് എ വെരി ബിഗ് തിങ്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റോ അല്ലെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇസ് വെരി ഡിഫറെൻറ്റ്. ആൻഡ് ഐ ഹവ് സീൻ യു ഡു ഇറ്റ് ദാറ്റ്. അതാണ് ഞാനിങ്ങനെ ഇന്ന് വന്നപ്പോൾ തന്നെ ചോദിച്ചത്, വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ് ദാറ്റ് യു ഗോയിങ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. കാരണം അത് കാണുമ്പോൾ തന്നെ അതർ വിമൻ കാണുമ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ഹാപ്പി ഗിവിങ് തിങ്. കാരണം നമ്മൾ കാണുകയാണ് ദാറ്റ് ദി അതർ ഗേൾ ഡൂയിങ് കോളേജസ് ചെക്കിങ് ഓഫ് ഹർ ബക്കറ്റ് ലിസ്റ്റ് ഇപ്പം തന്നെ. സോ ആ ഒരു എക്സ്പീരിയൻസ് അല്ല, ആ എക്സ്പോഷർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് അതർ ഗേൾസ് ഓൾസോ ട്രൈ ഡൂയിങ് ഇറ്റ് ആൻഡ് മേ ബി യു കുഡ് സജസ്റ്റ് ഫ്യൂ വേസ്. കാരണം എല്ലാവർക്കും അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ കുസാറ്റിലാണ്, യു മൈറ്റ് ഹവ് സീൻ എ ലോഡ് ഓഫ് അതർ പീപ്പിൾ ഹു ഡു ഇറ്റ്. ഞാൻ ഇന്നലെ രോഹിത്തിനോട് ഉള്ള കോൺവെർസേഷൻ ഐ അണ്ടർസ്റ്റുഡ് ദി എൻവയൺമെൻറ്റ് ഓഫ് കോളേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ പറയുക, ഒരു സ്റ്റുഡൻറ്റിന് ഒരു ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വരുന്ന കോളേജ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് വുഡൻ ബി ദ സെയിം. സോ പക്ഷെ എന്നാലും അവർക്ക് ഒരു ലൂപ്പ് ഹോളോ ഒരു ചാൻസ് ഉണ്ടാവും ടു ഡു ഫ്രീലാൻസിങ് ഓർ ഡു യുനോ അവരുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടാൻ. പക്ഷേ കുറേ പേർക്ക് അത് അറിയത്തും ഉണ്ടാവില്ല.
സോ ഇഫ് യു കുഡ് ടെൽ ഹൗ മച്ച് ഇറ്റ് ഹാസ് ഇമ്പാക്റ്റഡ് യു, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്ത് അലോങ് വിത്ത് ഫ്യൂ വേസ് ഓഫ് ഹൗ യു ക്യാൻ ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ഇൻ കോളേജ്. ഇപ്പോൾ ലൈക്ക് വാട്ട് എവർ ദ ജെൻഡർ യു ആർ ഇൻ, ഇറ്റ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഓർ റാദർ ദാൻ ഇമ്പോർട്ടൻ്റ്. ലൈക്ക് പല ആൾക്കാർക്കും പല ലെവൽ ഓഫ് സാധനങ്ങളായിരിക്കും, പല ഗോൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ബട്ട് മോർ ഓഫ് ഭയങ്കര ഫ്രീഡം ആൻഡ് ഹാപ്പിനെസ് കിട്ടും ഇഫ് യു ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ലൈക്ക് ഇപ്പം ബാക്ക് ഇൻ +2 എനിക്ക് ഐ വാണ്ടഡ് ടു ഗോ പെർസ്യൂ ഡിഗ്രി എടുക്കണം എന്നായിരുന്നു, ഇൻ ഫിസിക്സ് ആയിരുന്നു. ദാറ്റ് വാസ് മൈ വിഷ് ആൻഡ് ഐ ഗോട്ട് അഡ്മിഷൻ ഇൻ ഐസർ. പക്ഷെ അന്ന് മൈ പാരൻസ് വെർ വെരി റിലക്റ്റൻറ്റ് ടു സെൻഡ് മീ ഓർ ദെയർ ആൻഡ് ഐ വാണ്ടഡ് ടു പേ 35,000 ഫോർ ടു ബ്ലോക്ക് ദ സീറ്റ് ഒക്കെ. ബാക്ക് ദെൻ ഐ വാസ് നോട്ട് ഹാവിങ് ദാറ്റ് മണി. അപ്പം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ജസ്റ്റ് സെറ്റ് മൈ ഫാദർ ഓക്കെ ബൈ ഞാൻ പോവുക. ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് അല്ലേ. അപ്പം ലൈക്ക് ആ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ, അതായത് ഫ്രം +2 ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ്. ലൈക്ക് ദർ ഇസ് ദിസ് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ലൈക്ക് ദർ ഇസ് ദിസ് ഡൗട്ട്നെറ്റ് അങ്ങനത്തെയൊക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് വെർ യു ക്യാൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻഡ് ഏൺ മണി. സോ അന്നൊരു 18 ആയപ്പം ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് 10K per month ഒക്കെ ബൈ ഡൂയിങ് ദിസ് ഫോർ 1 hour a day ഒക്കെ. അങ്ങനെയൊക്കെ ചെയ്ത് ഐ സ്റ്റാർട്ടഡ് ബൈയിങ് മൈ ഓൺ സ്റ്റഫ്. പിന്നെ ഇറ്റ് ഈസ് മോർ ലൈക്ക് ഐ ഗോട്ട് അഡിക്റ്റഡ് ടു ഗെറ്റിംഗ് മണി. ലൈക്ക് വൺസ് നമ്മളുടെ കയ്യിൽ പൈസ വന്നു ഓർ വൺസ് യു ആർ ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ് യു വിഷ്ഡ് ഫോർ ഓൺ യുവർ ഓൺ, it becomes an addiction. That's very true. You know, but when you don't have money for the day, it is really frustration. True. I had this bucket list and I wanted, so I'm very much attached to my mother. So I wanted, she always would say she want to fly one day എന്നൊക്കെ. അപ്പോൾ I wanted to take her on a flight. അപ്പം അതായിരുന്നു the very first thing in my bucket list. So that is something I did for first. പിന്നെ I wanted to travel a lot. സോ ഇത് എൻ്റെ ഫാമിലി ഈസ് വൺ ഓഫ് ഭയങ്കര ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ വെൻ ഐ ആസ്ക് ഐ വോണ്ട് ടു ഗോ ടു ദിസ് പ്ലേസ്, ഐ സ്റ്റിൽ റിമെമ്പർ അന്ന് 2021 ടിങ്കർ ഡേക്ക്. സോ എല്ലാവരും വെൻറ്റ് ഫോർ എ പാർട്ടി. ദർ വാസ് എൻ ആഫ്റ്റർ പാർട്ടി അറ്റ് 5 o'clock. ബട്ട് ഐ വാണ്ടഡ് ടു റിട്ടേൺ ടു മൈ ഹോം അറ്റ് 5. അങ്ങനെ ഐ വാസ് ദി ഓൺലി പേഴ്സൺ ഹു ബുക്ക്ഡ് എൻ ഊബർ ആൻഡ് വെൻറ്റ് ബാക്ക് ഹോം ബിക്കോസ് 5 മണി കഴിഞ്ഞായിരുന്നു. സോ ഐ വാസ് വെരി സാഡ് ബിക്കോസ് ഐ റിയലി ലവ് ടോക്കിംഗ് ടു പീപ്പിൾ. അപ്പം അതിൽ നിന്ന് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ലൈക്ക് pushing my time to 6, pushing my time to 7 because I am a day scholar. പിന്നെ 8 ആയി, 9 ആയി, 10 ആയി. Right now I work at night. Like I have college till 5 and my working hours is 4 hours. അപ്പോൾ I go to office after 5. 4 വരെ കോളേജ് ഉണ്ട്. So at around 5 I go to office. Then I work there till 9:30. After that I go to gym and come back at home around 11 or 11:30. So like അതിലേക്ക് എത്തിക്കാനായിട്ട് many women face these challenges. എപ്പോഴും ഇപ്പം ഞാൻ വിമൻ ഇൻ ടെക്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഫ്രം ദ ഫസ്റ്റ് ഡേ ഐ എം ഹിയറിങ് എൻ്റെ അമ്മ സമ്മതിക്കണില്ല, അച്ഛൻ സമ്മതിക്കണില്ല പോരാനായിട്ട്. സോ ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു സേഫ്റ്റി റീസൺസ് ഞാൻ അങ്ങനെ അവരെ മോർ കുറ്റം പറയില്ലേ. ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് സേഫ്റ്റി കൺസേൺസ് ആണ് അവർക്ക് ഉള്ളതെങ്കിൽ. ബട്ട് ഐ വിൽ നെവർ സപ്പോർട്ട് ഇപ്പോൾ ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ വീട്ടിൽ പിടിച്ചിരുത്തുക അല്ലെ. ഞാൻ ബിക്കോസ് യുനോ ഇപ്പം ദ വേൾഡ് ഈസ് എ ലോട്ട് ചേഞ്ച്ഡ് ആൻഡ് ഇഫ് യു വോണ്ട് ടു ഡൂ സംതിങ് യു ഷുഡ് ഗോ ഇൻ ടു ഇറ്റ്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു കംഫർട്ടബിൾ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ വീട്ടിലൊരു സാധനം വരില്ല. ഇപ്പം ഞാൻ ഇഫ് ഐ ഹാഡ് ഡിസൈഡഡ് ഐ വോണ്ട് വർക്ക് ആഫ്റ്റർ 5 ഓർ ഐ വോണ്ട് കോളേജിൽ ഇരുന്നിട്ട് സാധനങ്ങൾ ആഫ്റ്റർ 5 ചെയ്യില്ല എന്ന് ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ഡൺ മെനി തിങ്സ് ഐ ഹാവ് ഡൺ റൈറ്റ് നൗ. ലൈക്ക് ഒരു പ്രോജക്റ്റ് പോലും എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. സോ ഇറ്റ് ഈസ് ലൈക്ക് ഒരു സേഫ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഐ റിയലി റെക്കമെൻഡ് പാരൻസ് ടു ലൈക്ക് ഗോ ആൻഡ് ചെക്ക് ഓർ എൻഷ്യൂർ ഷീ ഈസ് സേഫ്. ഇപ്പം വിത്ത് റെസ്പെക്ട് ടു വിമൻ ഐ ഓൾവേസ് സേ ഇപ്പം ഇൻക്ലൂഡിങ് ലൈക്ക് കുറേ ഫാമിലി മെമ്പേഴ്സ് ഓർ പാരൻസ് ഇൻക്ലൂഡിങ് മൈൻ ഹാവ് ഓൾവേസ് സെഡ് ചെറുപ്പത്തിലൊക്കെ ആയിട്ട് ഇരിക്കുമ്പം യു മൈറ്റ് ഫേസ് സർട്ടൻ സെക്ഷൽ ഹറാസ്മെൻറ്റ്സ്, അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, ഇന്ന അതുപോലെ ആൾക്കാരോട് പെരുമാറുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹാവ് സെഡ്. ബട്ട് I have not seen many people introduce what sexual harassment is to women. Like I have seen many children, like they share their stories with me. ഇപ്പം ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം there is like many incidents കുറേ ആൾക്കാർ ഷെയർ ചെയ്യുന്നു. Like many people have faced something because they didn't knew.
ലൈക്ക് ഇപ്പം ഒരു ചെറിയ കുട്ടികൾ ഇസ് വെരി വൾണറബിൾ ടു ഓൾ ദീസ് തിങ്സ് ബിക്കോസ് അവർക്ക് ശരിക്കും അറിയില്ല ഒരാളെ തൊടുമ്പോൾ അതെന്താണോ അത് ഭയങ്കര ലാക്കാണ് ആ എഡ്യൂക്കേഷൻ. സോ ഐ റിയലി റെക്കമെൻഡ് ഇഫ് അതാണ് കൺസേൺ എങ്കിൽ പ്രോപ്പർലി എഡ്യൂക്കേറ്റ് ഓർ പ്രോപ്പർലി ലൈക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇറ്റ് ഈസ് മോർ ലൈക്ക് പേടിച്ചിരിക്കാനല്ല, ഇറങ്ങി എങ്ങനെ നിൽക്കാമ സംതിങ് ദാറ്റ് എവ്രി വിമൻ ഓർ വാട്ട് എവർ ജെൻഡർ യു ആർ, എല്ലാ ജെൻഡറും ഇസ് ഫേസിങ് ഓൾ ദീസ് തിങ്സ് want to do like right now. ഇപ്പം ഞാൻ രാത്രിയൊക്കെ ട്രാവൽ മെനി കേസസ് ഐ wanted to travel at night, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് when I was in first year my parents was very reluctant to send me out. പിന്നെ it is more like ഒരു ഐ ക്യാൻ ഹാൻഡിൽ കുറേ സാധനങ്ങൾ മൈസെൽഫ് എന്നൊക്കെ കാണിച്ച് അങ്ങനെ ഗ്രാജുവലി ഉണ്ടാക്കിയെടുത്തതാണ്. സോ എവ്രി വിമൻ വിൽ ഹാവ് ഈ ഒരു കുറച്ചൊരു കൺസർവേറ്റീവ് പാരൻസ് അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര സേഫ്റ്റി കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എവ്രി വൺ വിൽ ഹാവ് ഈ ഒരു ജേർണി. ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് ഫർദർ ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഡു ഇറ്റ് ഓർ എൽസ് ഇഫ് യു ആർ, ഞാനത് കുറേ സ്ഥലത്ത് ഇങ്ങനെ നോക്കിയിട്ടുള്ളതാണ്. ഇഫ് യു ആർ ഭയങ്കര പേടിച്ചോ റിലക്റ്റൻ്റ് ആയിട്ട് ഇരുന്നാൽ യു വിൽ നോട്ട് ഡു ഇറ്റ് ഇൻ യുവർ എൻറ്റയർ ലൈഫ്. If you want something, പയ്യെ try to do it. ഇപ്പം I'm very happy that like my mom used to get afraid for ഭയങ്കര ചെറിയ things before. Like she was ഭയങ്കര പേടിയായിരുന്നു ഓരോ കാര്യത്തിന്. But I have seen a huge change to her character also. Yeah. Right now, like whatever I say, Mummy, come, let's go today to this place. She is ready. She is not afraid to go. Like she is very open to communicate. Like I can communicate anything with her. But ഒരു 3 or 4 years before അങ്ങനെ ആയിരുന്നില്ല. Because she is also evolving. We say to our parents, they will also evolve. They are like അവർ മിക്കവാറും ഭയങ്കര പാവം പിടിച്ച ആൾക്കാരായിരിക്കും. We're ready to change, you know. It is just that we just show them we are doing everything for good. അപ്പോൾ they will also change. That is something which I have seen. Exactly. So now coming to TinkerHub എത്രത്തോളം ഹെൽപ്പ് ചെയ്തു. Now let's talk about women in tech community mostly. Women in tech journey TinkerHubൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? വാട്ട് ഈസ് യുവർ ഫിലോസഫി ഓഫ് വിമൻ ഇൻ ടെക്? സോ TinkerHubൻ്റെ വിമൻ ഇൻ ടെക് എന്ന് പറയുമ്പോൾ ലൈക്ക് കുറേ ആൾക്കാർക്ക് കുറേ പ്രശ്നങ്ങളും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിങ്ങാണ് ലൈക്ക് വിമൻ ഇൻ ടെക് എന്ന് പറയുന്ന ആസ് എ. അപ്പം ഇറ്റ് ഈസ് മോർ ലൈക്ക് വിമൻ ഇൻ ടെക് നടത്തുന്ന ആൾക്കാർക്ക് ദർ ഈസ് ലൈക്ക് കുറേ വിഷൻസ് ഉണ്ട്. സോ എന്നെ സംബന്ധിച്ച് വിമൻ ഇൻ ടെക് ഈസ് നോട്ട് എ പ്ലേസ് വെയർ ഇനിയും കുറേ വിമൻ ഓൺലി ഇവൻറ്റ്സ് ഷുഡ് ഹാപ്പൻ. പക്ഷേ ഇറ്റ് ഷുഡ് ബി എ പ്ലേസ് വെയർ എനിക്ക് മൊത്തം വിമൻ ഓൺലി ഇവൻറ്റ്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം. സച്ച് ദാറ്റ് ഇൻ ടെക് 50-50% ഉണ്ടാവണം. ഓർ വട്ടെവർ ജെൻഡേഴ്സ് ആർ ദെയർ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. സോ അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ മോർ വിമൻ ഇൻ ടെക്കിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത് ലൈക്ക് വിമൻ ഓൺലി ഇവൻറ്റ്സ് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെയർ ഇസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫോർ വൈ എന്നുള്ള സാധനം. ലൈക്ക് യു മേ ഹാവ് ഓൾസോ ഹേർഡ് അല്ലേ കുറേ സാധനങ്ങൾ. സോ ഇതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻസ് നമുക്ക് ഇപ്പം എന്തായാലും അറിയാം 50-50 അല്ല. ഓർ വിമൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ ടെക് റിലേറ്റഡ് സാധനങ്ങൾ. ഇപ്പം ദ കമ്പനി ഇൻ വിച്ച് ഐ വർക്ക് ഐ ആം ദി ഓൺലി വിമൻ ഇൻ ടെക് ടീം. സോ ഞാൻ വന്ന സമയത്ത് ദ ഹോൾ കമ്പനിയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിമനായിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 പേര് പ്രൊഡക്റ്റിൽ വന്നു. ഹു ആർ ജസ്റ്റ് വെരി അമേസിങ് വിമൻ. ഭയങ്കര ഡെഡിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന 2 വിമൻ വി ഹാവ് റൈറ്റ് നൗ. ബട്ട് സ്റ്റിൽ കോർ ടെക് റോളിൽ അധികം ഇല്ല. ആൻഡ് ഐ നോ മെനി കമ്പനീസ് വേർ വിമൻ്റെ ലൈക്ക് ടെക് ടീമിലെ കോൺട്രിബ്യൂഷൻ ബാക്കി എല്ലാ സ്ഥലത്തും ഓഫ് കോഴ്സ് വിമൻ ഉണ്ട്. ലൈക്ക് ഇപ്പം HR ഒക്കെ ആയിട്ട് നോക്കുവാണെങ്കിൽ വിമനാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ടെക് ടീമിൽ എന്തെല്ലോ കാരണങ്ങളും ഉണ്ട്. മേ ബി അവർ ഗ്രോ അപ്പ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന അവരുടെ ഒരു ടെക്കിൻ്റെ എക്സ്പോഷർ കുറവുണ്ട്. ഇപ്പം ലൈക്ക് ഈ ഒരു വീഡിയോ ഗെയിംസ് കളിക്കുന്ന ഒരാൾക്ക് എന്തായാലും ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. ലൈക്ക് ഇപ്പം ഞാനൊന്നും വന്നപ്പോൾ എനിക്ക് ഒരു കീബോർഡ് ഷോർട്ട് കട്ട്സും അറിയില്ലായിരുന്നു. ഓർ എനിക്കൊരു ഐ വാസ് ഒട്ടും ഫെമിലിയർ അല്ലായിരുന്നു വിത്ത് ദ ഡിവൈസ്. ഇപ്പം ഒരു ലാപ്ടോപ്പിനകത്ത് തല്ലിപ്പൊട്ടി പോവും എന്നുള്ളൊരു കോൺഫിഡൻസ് പോലും ഇല്ലായിരുന്നു. ഐ വാസ് ഭയങ്കര ഒരു പേടിയായിരുന്നു ഡിവൈസിന് എന്തെങ്കിലും പറ്റുമോ അല്ല പറ്റിയാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ പറ്റിയാലും അത് ഊരി തുറന്ന് 2 സാധനം പൊടി തട്ടി ഇട്ടൊക്കെ ശരിയാക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ അതെല്ലാം ലൈക്ക് ആ ഒരു അറ്റ്ലീസ്റ്റ് ബേസിക് ആ ഒരു ഫെമിലാരിറ്റി ടു ഡിവൈസ് കുറച്ചും കൂടെ മെന്നിന് കിട്ടുന്നുണ്ട്. ലൈക്ക് ദ വേ ഇപ്പോഴത്തെ സിസ്റ്റം ഇസ് ഫോർമുലേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ഇറ്റ് ഈസ് വിമനെ കൂടുതൽ കൊണ്ടുവരാനായിട്ട് വിമനെ ആദ്യം ഒരു പുഷ് കിട്ടാനായിട്ട് ദർ ഷുഡ് ബി ഇവൻറ്റ്സ് വേർ അവർക്ക് ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം.
ലൈക്ക് വിമൻ ഇൻ ടെക്ക് ഭയങ്കര മാരകമായ ടെക്ക് സാധനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വി വോണ്ട് എ സ്പേസ് വെയർ വിമന് ഭയങ്കര ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓർ അവർക്ക് കുറേ ചാലഞ്ചസ് ഉണ്ടാവും. ലൈക്ക് ആ ഒരു അവർ തന്നെ എമംഗ് ഫേസ് ചെയ്യുന്നു. ഇപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന് അവരുടെ എമംഗ്സ് അവർക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഓർ ടെക്ക് സാധനങ്ങൾ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നു. ദാറ്റ് ഈസ് സംതിങ് എ റിയലി നീഡ്. ഇപ്പം ഇൻ ജനറൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണെങ്കിലും ഞാൻ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തത് ഇപ്പോഴാണ്. അപ്പം ഇതുവരെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ഒന്നും അന്വേഷിക്കുന്നുണ്ടായിരുന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫ്രീലാൻസിങ് ചെയ്ത് അങ്ങനെ പോയായിരുന്നു. അപ്പം ഞാൻ ഈ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര പാടാണ് ജോലി കിട്ടാൻ, ആരും ഇൻറ്റേൺഷിപ്പിന് എടുക്കാൻ പോകുന്നില്ല, ഭയങ്കര കഷ്ടപ്പാടായിരിക്കുന്നത്. അങ്ങനെ ഞാൻ റാൻഡംലി ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളോട് ഇങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എന്തോ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആൾ പോയിട്ട് ഒരു 3 സ്ഥലത്ത് എൻ്റെ റെസ്യൂമേ അയച്ചു. അവർ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ വെച്ചു. സോ വൺ പ്ലേസ് പെട്ടെന്ന് തന്നെ ഒരു ടാസ്ക് തന്നെ അവരെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്ത കമ്പനിയിലേക്ക് പോയത്. സോ ഇവർ ആൻഡ് ദ ന്യൂ കമ്പനീസ് ജോയിൻ ദെയർ വിൽ ഓഫർ യു അറൗണ്ട് ഒരു 50% മോർ മണി. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, this sounds good. അപ്പം I said to the other one, okay, I got a better offer. അപ്പം they were also willing to raise their offer. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ദാറ്റ് വാസ് ഒരു 2 or 3 കമ്പനീസ് ഇസ് ഓൺലി വെയർ ഐ ഹാവ് അപ്ലൈഡ് ആൻഡ് 3 സാധനം കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് കമ്പനീസ് ഓർ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ സ്റ്റുഡൻസ് ഓർ ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു ക്യാൻ വർക്ക് ഫോർ ദം. ആൻഡ് ഈ നമ്മളിപ്പോൾ ഉള്ള വർക്ക് ഫോഴ്സും ഇസ് റിയലി ലുക്കിംഗ് ഫോർ കമ്പനീസ് ഹൂ ക്യാൻ വെയർ ദേ ഗെറ്റ് എ ജോബ്. അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സാധനം അവരറിയണം. ദാറ്റ് ഈസ് ദ പ്ലേസ് വെയർ കമ്മ്യൂണിറ്റീസ് ലൈക്ക് TinkerHub ഒക്കെ. ഇപ്പം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ദ വെരി ഫസ്റ്റ് ടൈം മൈ ഫ്രണ്ട്സ് എൻ്റെ റെസ്യൂമേ ടു ദം, അവർക്ക് എനിക്കവിടെ എന്ത് റോളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർ ഇനീഷ്യലി എന്നെ വിളിക്കാതിരുന്നത്. ബട്ട് ദെൻ ആഫ്റ്റർ ഒരു 2 days അപ്പോഴാണ് ഞാൻ വേറൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തെല്ലാം ആയത്. അപ്പോൾ ഒരു 2 days ഇവിടെ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു സ്പേസിൽ വെച്ചിട്ട്, സെറോദയുടെ ആൾക്കാർ വന്ന ഒരു ഇവൻറ്റ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അവരുടെ ടെക് ലീഡിനെ കണ്ടു. വി ഹാഡ് എ വെരി വണ്ടർഫുൾ കോൺവെർസേഷൻ. അപ്പോൾ പുള്ളി ഈ സെഡ് അബൌട്ട് അവർ ചെയ്യുന്ന ആപ്പുകളെല്ലാം അതിനകത്ത് ഇന്ന പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മൈ സജസ്റ്റഡ് കുറച്ച് രീതി ഇതിങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ. അപ്പം ഐ വാസ് വെരി ഇംപ്രസ്ഡ്. എനിക്ക് ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് പുള്ളി ചെന്നിട്ട് നേരെ CEO പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, ഷീ ക്യാൻ റിയലി വർക്ക് ഫോർ അസ്, പെട്ടെന്ന് തന്നെ എടുത്തോ. ആൻഡ് ഹി വാസ് റിയലി വില്ലിങ് ടു ടേക്ക്. അപ്പോൾ പുള്ളി പൈസ നോക്കട്ടെ, പെട്ടെന്ന് തന്നെ എടുത്തോ, നമുക്ക് വേണം പറഞ്ഞിട്ട് ദ നെക്സ്റ്റ് ഡേ വെറുതെ അവരെ കാഷ്വലി വിളിച്ചു, സംസാരിച്ചു. ഓൺ ബോർഡിങ് വാസ് വെരി ഫാസ്റ്റ്. അന്ന് തന്നെ എനിക്ക് ഓൺ ബോർഡിങ് മാക്ബുക്ക് കിട്ടി, എല്ലാം ഭയങ്കര ഫാസ്റ്റായിരുന്നു. അപ്പം അന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു സാധനമാണ് 2 ആൾക്കാർക്കും ആവശ്യമുണ്ട് ആൾക്കാരെ. ആ ഒരു ചെറിയൊരു കണക്ഷൻ ലിങ്കാണ് ശരിക്കും ഇവിടുത്തെ പ്രശ്നം. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടത് ഞാൻ കമ്പനീനെ അറിയിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കമ്പനീസ് ഉണ്ടാവും ശരിക്കും നമ്മളെടുക്കാൻ. ഞാനതൊരു ഇൻറ്റേൺഷിപ്പ് സെർച്ച് ചെയ്ത സമയത്ത് കണ്ടുപിടിച്ചത്. അതായത് ഈ ഒരു ഇതിൽ ലൈക്ക് വേറെ നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു 5-6 കമ്പനീസ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കെയിം അക്രോസ് ചെയ്തു. അപ്പം ഇവിടുത്തെ ഫെലോ ആയതോടെ ഐ തോട്ട് ലൈക്ക് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ നോക്കി അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടി. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ദെയർ ഷുഡ് ബി എ കണക്ഷൻ ലിങ്ക്. ആൻഡ് ഐ റിയലി തിങ്ക് ആ ഒരു പ്ലേസിൽ കമ്മ്യൂണിറ്റീസിൻ്റെ റോൾ ഈസ് വെരി ബിഗ്. ബിക്കോസ് ഇവിടെ ഇപ്പം ഫോർ ആൻ ഇവൻ്റ് ആണെങ്കിലും നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും. ആൻഡ് നമ്മൾ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി റിയലി ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇപ്പോഴും വി ആർ ലുക്കിംഗ് ഫോർ കുറേ വീഡിയോ എഡിറ്റേഴ്സ്, അങ്ങനത്തെ ഒത്തിരി ആൾക്കാർ നമ്മളിപ്പോഴും നോക്കുന്നുണ്ട്. വിച്ച് നല്ലൊരു വർക്ക് ഫോഴ്സ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടും ഇല്ല. ബട്ട് ദർ വിൽ ബി ലൈക്ക് എവിടെയെങ്കിലും ഒരു ഒളിച്ചിരിപ്പുണ്ടാവും. നമ്മളത് ലൈക്ക് ഞാൻ പ്രത്യേകിച്ച് കണ്ട സാധനം പബ്ലിസൈസ് അവർ സെൽഫ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ ഒരു ജോലിയാണ് അതാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് അവർ സെൽഫ്. വേറെ ആര് ചെയ്തില്ലെങ്കിലും സ്വന്തം പറഞ്ഞോളുക എനിക്ക് ഇത്രയും സാധനങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ just represent yourself or advertise yourself. അപ്പോൾ there are many opportunities. How is your women in tech journey with TinkerHub? Almost 1 year you've been with there, and നമ്മൾ like how was that journey with TinkerHub? TinkerHubൽ വിമൻ ഇൻ ടെക് ജേർണി എനിക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു. അതായത് ഇനീഷ്യലി ഇവിടെ വന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് ഒരു വിമൻ ഇൻ ടെക് റോളിന് വന്ന ഒരാളല്ല. ഇറ്റ് വാസ് ലൈക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ കുര്യൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു റോൾ ഉണ്ട്, നമുക്ക് തോന്നുന്നു നിനക്ക് ചെയ്യാൻ പറ്റും, നീ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തോ. ചെയ്യാലോ, നോർമലി എല്ലാത്തിനും പറയുന്ന പോലെ ചെയ്യാലോ.
സോ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ഇങ്ങനത്തെ ഒരു റോൾ എന്നുള്ളത്. ആൻഡ് ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ്. ഇത് എടുത്തു കഴിഞ്ഞപ്പം ലൈക്ക് ദ ഫസ്റ്റ് ഫേസ് വിമൻറ്റിക് ജേർണി ഭയങ്കര എക്സ്പ്ലോറിങ് ആയിരുന്നു. അതായത് ലൈക്ക് നമ്മളുടെ എനിക്ക് മുമ്പുണ്ടായിരുന്ന അനന്യ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ഫെലോ. അപ്പം ലൈക്ക് ഷീ വാസ് ലൈക്ക് ഭയങ്കര ഒരു ഗുഡ് ഒരു സിസ്റ്റർലി പേഴ്സൺ ഹും എവ്രി വൺ ഭയങ്കര എല്ലാവരും ഇവർ അപ്രോച്ച് ചെയ്ത് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എന്നോട് ഇങ്ങനെ ആൾക്കാരെല്ലാവരും വിളിച്ച് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിടുന്നില്ല, എനിക്കിങ്ങനെ വിഷമാണെന്നൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. ഇത് ഫസ്റ്റ് ഫേസിൽ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ പ്രശ്നം കേട്ടാൽ എനിക്ക് ചിരി വരും. എനിക്ക് മോർ ഓഫ് ആൾക്കാരെ എങ്ങനെ ആശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കരയുന്ന കുട്ടീനോട് എന്ത് പറഞ്ഞ കുട്ടി കരച്ചിൽ നിർത്തണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് മറ്റേ കമ്പ്യൂട്ടർ കരഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റേ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് അടിച്ച് എന്തെങ്കിലും കാട്ടാം. ഇത് മനുഷ്യന്മാർ കരഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പ്ലോറിങ് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോയിട്ട് അത് നമുക്ക് എപ്പോഴും ലൈക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലോജിക്കൽ സൊല്യൂഷൻസ് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. അതാണ് ഈ മെൻ വിമൻ തമ്മിലുള്ള ഒരു പ്രശ്നം, ഇത്. അതായത് വിമൻ ലൈക്ക് മോസ്റ്റ്ലി ലൈക്ക് ദേ ഹാവ് കുറച്ച് ഇമോഷണൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മൂഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടാവും. ബട്ട് ഈവൻ ദോ വി ഗിവ് ദം എ ഭയങ്കര ലോജിക്കൽ സൊല്യൂഷൻ ദാറ്റ് മൈറ്റ് നോട്ട് ബി ദ ബെസ്റ്റ് വൺ പല കേസിലും. അപ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എനിക്കൊരു പ്രശ്നമായിരുന്നു. പിന്നെ നമ്മളിത് ഡിസ്കവർ ചെയ്ത് നോക്കി എങ്ങനെ ആൾക്കാരോട് വർത്താനം പറഞ്ഞാൽ ഈ സാധനം ശരിയാവും. അങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. കുറച്ച് നാൾ അങ്ങനെ ആൾക്കാരോടെല്ലാം വർത്താനം പറഞ്ഞ് എന്താണ് ആൾക്കാരുടെ പ്രശ്നം എന്നുള്ള ചോദിക്കലായിരുന്നു മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് ഇറ്റ് വാസ് ലൈക്ക് കുറച്ച് ടെക് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് നോക്കി. ആൻഡ് ടിങ്കർ ഹാക്ക് വാസ് വൺ എമംഗ് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. ടിങ്കർ ഹാക്ക് അടിപൊളിയായിട്ട് നടത്തണം. ആൻഡ് ഇറ്റ് വെൻറ്റ് ഞാൻ വിചാരിച്ചതിലും ഭയങ്കര അടിപൊളി. ബിക്കോസ് അതായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഹാക്കത്തോൺ ആൻഡ് ഫസ്റ്റ് ഹാക്കത്തോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇറ്റ് വാസ് ലൈക്ക് 1200 പാർട്ടിസിപ്പൻസിന് വെച്ചിട്ടാണ് ഒരു സാധനം നടത്തണേ. അപ്പോൾ അതിൻ്റെ ഓരോ ജേണിയിലും, അതായത് ഫ്രം ദ സ്റ്റാർട്ട് ഞാൻ മോർ ഓഫ് ഫ്രീലാൻസിങ് ഒക്കെ ചെയ്യുമ്പോൾ ടെക്ക് സാധനം ചെയ്തു കൊടുക്കുന്നു, അവരെടുക്കുന്നു, ബസ് തീർന്നു. അല്ലാതെ ആൾക്കാരെ മാനേജ് ചെയ്യലൊന്നുമില്ല, ഒറ്റയ്ക്കാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ആൾക്കാരുടെ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ എടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ഓർ ഇപ്പോൾ നമ്മൾ ഹാക്കത്തോൺ നടത്തുമ്പോൾ ടോപ്പിക്സ് കൊടുക്കുമ്പോഴേക്കും അത് ഫുൾ ടെക് ടോപ്പിക്സ് ആയാലും പ്രശ്നം ഉണ്ടാവുമോ, ഓർ വേറെ ടോപ്പിക്സ് അവർക്ക് കൊടുക്കണോ, എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണോ. സോ എൻ്റെ ഒരു വിഷൻ ഇൻ ടിങ്കർ ഹാക്ക് വാസ്, ഞാൻ കുറേ വിമൻ ഒൺലി ഹാക്കത്തോൺസിന് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ പണ്ട് വിമൻ ഒൺലി ഹാക്കത്തോൺ വാസ് സംവേർ നമുക്ക് പെട്ടെന്ന് സമ്മാനം കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വിമൻ ഒൺലി ഹാക്കത്തോൺസിന് അതുകൊണ്ട് ഇങ്ങനെ പോലുണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മീൻസ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് മിക്കപ്പോഴും ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ ഡിസൈൻ സാധനങ്ങൾ മാത്രം, അങ്ങനത്തെ മെയിൻ കോൺസെൻട്രേറ്റഡ് സാധനങ്ങളായിരിക്കും. എല്ലാവരും ബിഗിനേഴ്സ് ആയിരിക്കും. അപ്പോൾ എല്ലാവരോടും ഈ ഒരു റുട്ടീനാണ് പറയണേ. HTML പഠിക്കൂ, CSS പഠിച്ചു, ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞിട്ട് ജാവാസ്ക്രിപ്റ്റ് പഠിക്കൂ. സോ ഈ ഒരു പാത്ത്, അപ്പം മിക്ക ആൾക്കാരും ഈ ഒരു പാത്തിൽ സ്റ്റക്കായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടിങ്കർ ഹാക്കിൽ എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതായത് HTML അറിയില്ലെങ്കിലും വാക്കിനകത്ത് ഫസ്റ്റ് കിട്ടും ഇഫ് ദേ നോ ടു ബിൽഡ് ദ ലോജിക്. എനിക്ക് അതിനകത്ത് വേണ്ടിയിരുന്ന ഏതൊരു സാധനമായിരുന്നു ലോജിക് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇപ്പോൾ ഒത്തിരി വെബ് ഡെവലപ്പേഴ്സൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിപ്പം സ്പേസിൽ വന്നിരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം ഇത്രയും ഡെവലപ്പേഴ്സിന് ജോലി ഉണ്ടോ എന്നുള്ളതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ബിക്കോസ് ഇപ്പം ഇന്നത്തെ ടെക്നിക്കൽ വേൾഡിൽ ഇറ്റ് ഈസ് ഭയങ്കര ഫാസ്റ്റ്ലി ഇവോൾവിങ് അല്ലേ. ഇപ്പം ഇന്നൊരു ടെക്നോളജി, ഇന്നൊരു ലാംഗ്വേജ് ഉണ്ട്, നാളെ വന്നിട്ട് പറയുകയാണ് ഈ ലാംഗ്വേജ് മാറി, ഇതിനെക്കാട്ടി ബെറ്റർ ഞാൻ കണ്ടുപിടിച്ചു, അത് പഠിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ലേണിന് റിലക്റ്റൻ്റ് ആവാൻ പാടില്ല. ഇപ്പം ഒരു സ്വിച്ചിങ് വന്നു കഴിഞ്ഞാൽ ഷുഡ് ബി റെഡി ടു അഡാപ്റ്റ് ആ ഒരു പുതിയ ലാംഗ്വേജിലേക്ക് ഒരു പുതിയൊരു സ്കിൽ. അപ്പം ഇതിനകത്ത് എല്ലാത്തിലും ഇൻ കോമൺ കമ്പ്യൂട്ടർ സയൻസിൽ മാറാത്തൊരു സാധനമാണ് ലോജിക്. ഇപ്പം അസംബ്ലി എഴുതുവാണെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കറങ്ങണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓർ എല്ലാ ലാംഗ്വേജിലും കോമൺ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ആ ഒരു ലോജിക്. അപ്പം ഇപ്പം ടിങ്കർ ഹാക്കിൻ്റെ ചില ക്വസ്റ്റ്യൻസ് വാസ് ഒരു ക്രിപ്റ്റോഗ്രഫി അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് ബിൽഡ്, അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരുന്നു. സോ എല്ലാം വാസ് മൈന്യൂട്ട് കുഞ്ഞു സാധനങ്ങൾ. അതിൻ്റെ ലോജിക്ക് എഴുതി വെച്ചാൽ പകുതി വർക്ക് വരും, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അടുത്ത വർക്ക് വരും, അവസാനം സമയം ഉണ്ടെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ അത് കൊണ്ടുവരണമെന്നായിരുന്നു. ഓർ ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് വർക്ക്ഡ്. കുറേ ആൾക്കാർ കുറേ സാധനം ചെയ്യാൻ പറ്റി. ചില സാധനങ്ങളിൽ അത് പൊട്ടിപ്പോയി ബിക്കോസ് കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് സങ്കടമായി. സോ അങ്ങനെ കുറേ സാധനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് ജേർണി ആയിരുന്നു ത്രൂ ഔട്ട് ടിങ്കർ ഹബ്. അതുപോലെ
ഞാൻ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയത് ത്രൂ ടിങ്കർഹബാണ്. ഷീ ലവ്സ് ടെക്കിൻ്റെ കോൺഫറൻസിന് സിംഗപ്പൂർ. അവൻ ദാറ്റ് വാസ് ലൈക്ക് ഒരു സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ വീട് ലുലുമാള് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ലൈക്ക് വിത്തൗട്ട് പാരൻസ് ഓർ വിത്തൗട്ട് ഒരു എൽഡർലി പേഴ്സൺ ഇല്ലാതെ ഐ വെൻറ്റ് ടു അനദർ കൺട്രി ടു എക്സ്പ്ലോർ ദെയർ ആൻഡ് ഐ കെയിം ബാക്ക്. അത് ലൈക്ക് ഒരു കമ്മ്യൂണിറ്റീനെ സംബന്ധിച്ച് ലൈക്ക് ഒരു ഫോർ 3 വിമൻ അവർക്കത് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. അല്ലാതെ ഇപ്പം അത് അങ്ങനെ പോകാനായിട്ടൊന്നും ഒത്തിരി നാൾ കഴിഞ്ഞാലും മിക്കവാറും ആൾക്കാർക്ക് പറ്റുന്നുണ്ടാവില്ല. അതിൽ നിന്ന് കിട്ടിയ എക്സ്പോഷർ ഇപ്പം ഞാൻ അവിടെ പോയി കണ്ടുപിടിച്ചൊരു കാര്യമാണ്, നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്ക് വെറുതെ കോൺഫിഡൻസ് ഇല്ലാത്തതാണ്. ലൈക്ക് അവിടെ അവർ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ വലിയ സംഭവമായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും നമ്മളുടെ ഇവിടുത്തെ ചെറിയ പിള്ളേർ ലൈക്ക് ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും. അതിനെക്കാട്ടി ബെറ്റർ വർക്ക് ഫോഴ്സ് നമുക്കുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ആ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ടാണ് ലൈക്ക് അവരിപ്പോൾ അവിടെ നിൽക്കുന്നത്. അത് ഒത്തിരി പ്രോഡക്ട്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ എക്സിബിഷൻസ്. ഷീ ലവ്സ് ടെക്കിൻ്റെ എക്സ്പീരിയൻസ് സ്പെസിഫിക്കലി എന്തായിരുന്നു? ഷീ ലവ്സ് ടെക്കിൻ്റെ കോൺഫറൻസ് എന്താന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി. സോ ഷീ ലവ്സ് ടെക്ക് ഒരു വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ മോറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വിമൻ ഫൗണ്ടേഴ്സിനെയാണ്. സോ അവർക്ക് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽസ് ഉണ്ട്. അതായത് വിമൻ ഫൗണ്ടേഴ്സ് ഫൗണ്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് വെച്ചിട്ട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം ഈ കോമ്പറ്റീഷൻസിൽ എന്തോ ടോപ്പ് 15 വരുന്ന ആൾക്കാരുടെ ഡിസ്പ്ലേ, അതുപോലെ മൾട്ടിപ്പിൾ വിമൻ ടെക്കിലുള്ള ഒത്തിരി വിമൻ ഫൗണ്ടേഴ്സ്, വിമൻ ഇൻ മാർക്കറ്റിംഗ്, അങ്ങനത്തെ കുറേ ആൾക്കാർ ജോയിൻ ചെയ്ത് വരുന്നൊരു കോൺഫറൻസ് ആണ്. സോ അത് മെയിനായിട്ടും വരുന്നത് സ്റ്റാർട്ടപ്പ് ഉള്ള ആൾക്കാർക്ക് ഓർ ഇഫ് യു ഓൺ എ കമ്പനി ഇത് ക്യാൻ മീറ്റ് അവരുടെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാർ. സോ അത് ഭയങ്കര ഐ വാസ് വെരി ഹാപ്പി. ലൈക്ക് ഒരുപാട് ഫണ്ടേഴ്സ് വിമൻ ഉണ്ടായിരുന്നു അവിടെ, വാസ് റെഡി ടു ഇൻവെസ്റ്റ് ഒക്കെ. സോ അങ്ങനെയുള്ള ആൾക്കാരെ കാണാം, നമുക്ക് പരിചയപ്പെടാം, വർത്തമാനം പറയാം, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു കോൺഫറൻസ് ആയിരുന്നു അത്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് നമുക്ക് ഒരു ഫൗണ്ടർ ആവണം ഓർ ഒരു ഐഡിയ ബിൽഡ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അവിടുത്തെ ഐഡിയ എല്ലാം കേട്ടാൽ നിനക്ക് മനസ്സിലായത് ഒത്തിരി നല്ല വർക്ക് ഫോഴ്സ് നമുക്കിവിടെ ഉണ്ട്. ലൈക്ക് നമ്മളുടെ ആൾക്കാരുടെയൊക്കെ നമ്മൾ ചിലപ്പോൾ ചെറുതാന്ന് വിചാരിക്കുന്ന ഒരു സാധനമായിരിക്കും അവിടെ ഒരു വലിയ സാധനമായിട്ടുള്ളത്. സംതിങ് വിച്ച് ഞാൻ ഭയങ്കര നോട്ടീസ് ചെയ്തൊരു സാധനം. ഇപ്പോൾ വർഷ പറഞ്ഞു കുറേ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തു, കുറേ ട്രൈ. ഏതൊക്കെയാണ് വർഷയുടെ ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സ് വർഷ ബിൽഡ് ചെയ്ത്? ഓൾസോ എനിക്ക് ഓർമ്മയുണ്ട് ജെനെ കോൺഫറൻസിന് ഇവിടെ വർഷയുടെ ഇൻട്രസ്റ്റിംഗ് AI സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലോങ് വിത്ത് ഏതൊക്കെ ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഞാനിപ്പം റീസെൻ്റ്ലി ലൈക്ക് ഇപ്പം കൂടുതൽ ഗിറ്റബിലൊക്കെ നോക്കിയാറേ ഇപ്പം പ്രത്യേകിച്ച് കമ്മിറ്റൊന്നുമില്ല. ഇപ്പം കൂടുതൽ പ്രൈവറ്റ് സാധനങ്ങളാണ്, ലൈക്ക് കമ്പനിയുടെ പ്രോഡക്ട്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് അല്ലാതെ ഏറ്റവും റീസെൻ്റ്ലി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്വിക്ക് എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളുണ്ട്. ബേസിക്കലി യൂട്യൂബൊക്കെ വർക്ക് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അപ്പം അതിൻ്റെ ഒരു FPG ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് മോർ ലൈക്ക് നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോൾ ഇപ്പം ഭയങ്കര റീസെൻ്റ് അഡ്വാൻസ്മെൻറ്റ്സ് വന്ന് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അത് ഷിപ്പ് ചെയ്യുന്നത് ബ്രൗസേഴ്സിലാണ്. ഇപ്പം നമുക്ക് ക്രോം ഓർ എഡ്ജ് ഓർ ആ ബ്രൗസറിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ TCPക്കൊക്കെ ആണെങ്കിൽ കേണൽ ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പം ഇത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കേണൽ ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ആക്ച്വലി FPGA പറഞ്ഞ ഒരു ബോർഡ് കിട്ടും, ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റർ. ഇവിടെ നമുക്ക് മറ്റേ ഹാർഡ്വെയർ തേഴ്സ്ഡേസിന് അതുകൊണ്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യലുണ്ട്. സോ ആ ഒരു ബോർഡ് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിൽ ലൈക്ക് യു ഹാവ് ഒത്തിരി നമ്പർ ഓഫ് ഗേറ്റ്സ്. നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഗേറ്റ്സ് ഉണ്ട്. നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ASIC ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബോർഡ് കസ്റ്റം ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കോഡ് എഴുതി ഹാർഡ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു എമൗണ്ട് ഓഫ് കോസ്റ്റ് ഉണ്ട്. അതായത് കസ്റ്റം ഒരു ASIC പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ. അപ്പം അതിന് മുമ്പ് ഇഫ് യു ഹാവ് ആൻ FPGA നമുക്ക് അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതായത് വൺസ് അത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഉപയോഗിക്കണം എന്നില്ല. അതാണ് ASIC ആൻഡ് FPGA തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം നമുക്ക് ട്രയൽ ആൻഡ് ഇറേഴ്സ് എപ്പോഴും FPGAയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ FPGAയിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ഓടിക്കാം, അത് കഴിഞ്ഞ് പിന്നെ അത് റീപ്രോഗ്രാം ചെയ്ത് കണക്ഷൻ മാറ്റി കൊടുക്കാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം അതിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തു. സോ ഹാർഡ്വെയർ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ കുറച്ച് കോർ സാധനങ്ങളൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഭയങ്കര വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ദാറ്റ് വി ക്യാൻ ഓൾ ട്രൈ ഔട്ട്. സോ ഇവിടെ തിങ്കർ സ്പേസിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ലൈക്ക് കോളേജിലൊരു FPGA ഉണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ ഞാൻ എടുത്തിട്ട് വരാം. സോ അതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്ന ആക്ച്വലി നല്ല സാധനമാണ്. ലൈക്ക് ഒത്തിരി എന്ന് വെച്ചാൽ മാർക്കറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ എന്തൊരു AI വന്നു കഴിഞ്ഞാലും ഒരിക്കലും
ആ ചിപ്പ് ഓർ ദ ബേസിക് ഹാർഡ്വെയർ മാനുഫാക്ചറിങ് എന്നും അങ്ങനെ തന്നെ നിൽക്കും. കാരണം അതിനിപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. കാരണം NVIDIA ഒന്നും ഒരിക്കലും ഒരു ചിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല, ഡാറ്റ ഇല്ലല്ലോ. സോ അവർക്ക് എപ്പോഴും ലൈക്ക് ഹ്യൂമൻ വർക്ക് ഫോഴ്സ് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അതൊക്കെ. സോ അതെല്ലാം പഠിക്കുന്ന ആക്ച്വലി കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നത്. ഈവൻ നമുക്ക് അവിടെ ജോലി കിട്ടിയില്ലെങ്കിലും നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് പറയാം ഐ ഡിഡ് സംതിങ് ഡിഫറെൻ്റ് എന്ന്. അപ്പോൾ അത് അവിടെയും ഭയങ്കര ഹ്യൂജ് പ്ലസ് പോയിന്റ് ആണ്. ബിക്കോസ് അവർ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലാത്തൊരു സാധനമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ബിക്കോസ് അവർക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ആൻഡ് ദേ വിൽ ബി റിയലി ഇംപ്രസ്ഡ് ദ പേഴ്സൺ ഹാസ് ഡിഡ് ഭയങ്കര ഡിഫറെൻ്റ് ഒരു സാധനം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും നീഷ് സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് എപ്പോഴും ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ ലൈക്ക് കുറേ റിച്ച് പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സക്സസ്ഫുൾ ആൾക്കാരൊക്കെ ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരും ഭയങ്കര നീഷ് സാധനം, അതായത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമാന്മാരൊന്നും ആയിരിക്കില്ല, പക്ഷെ അവർ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് ഒത്തിരി ആൾക്കാർ ചെയ്യാത്തൊരു സാധനമായിരിക്കും. ഇപ്പം ഒരു നമ്മുടെ CEO ഒക്കെ ഈ റിയലി നോസ് ടു ഡു മാർക്കറ്റിംഗ്, അത് ഭയങ്കര അടിപൊളിയായിട്ട് അറിയാം. അപ്പം ആൾക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയാൽ ആൾക്കത് ബില്യൺസിന് വിൽക്കാൻ അല്ലെങ്കിൽ അത് എത്തിക്കാൻ ആൾക്കറിയാം. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പം അതുപോലെ ആൾക്കാർ ഭയങ്കര ഡിഫറെൻറ്റ് സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി അവിടെ ആൾക്കാരും കുറവായിരിക്കും, പക്ഷെ കുറേ ഇതുണ്ടാവും. ഇപ്പോൾ ഒരു വലിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും നമുക്കതിനെ വെച്ച് മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിംഗ് ഓർ മറ്റേ സാധനങ്ങളെല്ലാം അറിയണം. വർഷയുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതായിരുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് അസംബ്ലിയിൽ ഒരു ടിക് ടാക്ടോ ആയിരുന്നു. നമ്മുടെ കുഞ്ഞു ഗെയിമില്ലേ 0x വെട്ടി കളിയുന്ന, അതായിരുന്നു ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത്. അതൊന്നും 500 ലൈൻ ഓഫ് കോഡ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് എനിക്ക് ഭയങ്കര ത്രില്ല് വന്നൊരു പ്രൊജക്റ്റ്. അതായത് ഔട്ട്പുട്ട് കിട്ടിയപ്പോഴത്തേക്കും ഔട്ട്പുട്ട് അങ്ങനെ തോന്നിയൊരു പ്രൊജക്റ്റ് അതായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കിട്ടിയപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബുക്കും പേപ്പറും എടുത്ത് എഴുതി നോക്കണം എവിടെയാണ് പൊട്ടിയതെന്ന്. അതായത് ഓരോ നമ്പറോ അല്ലെങ്കിൽ ഒരു ബിറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ടാവുന്നത്. അപ്പോൾ നമ്മളത് ഫുള്ള് ഡീബഗ് ചെയ്ത് നോക്കി ഒരു ചെറിയ സാധനം കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഭയങ്കര ഹൈപ്പ് കിട്ടിയ പ്രൊജക്റ്റ് അതായിരുന്നു. അതുപോലെ ജെന്നി കോൺഫറൻസിന് ഒരു AI ഉണ്ടാക്കിയില്ല? അത് ജസ്റ്റ് ഒരു AI ആങ്കർ ആയിരുന്നു. അതെന്ത് ഞാൻ തലേദിവസം ഇരുന്ന് ചെയ്ത സാധനമായിരുന്നു. സോ അത് നമ്മൾ എന്താണോ ആള് പറയുന്നത് അത് ലിസൺ ചെയ്തിട്ട് അതനുസരിച്ച് തിരിച്ച് ആങ്കർ ചെയ്യും. എന്നെ തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. സോ എന്താ പറയുക, ഈ ഇത്രയും പ്രോജക്ട്സ് ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പം ചെയ്തതിൽ എനിക്ക് ലേറ്റസ്റ്റ് ഏറ്റവും രസമായിട്ട് തോന്നിയത് ഈ ക്വിക്കിൻ്റെ സാധനം തന്നെയായിരുന്നു. പിന്നെ എനിക്ക് കമ്പനി ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം ആക്ച്വലി ലൈക്ക് ഒരു മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. അതായത് ഭയങ്കര ഫൺ സാധനങ്ങളാണ്. എല്ലാം ഒരു 2 months ഇറങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ആക്ച്വലി കാണാൻ പറ്റും ഒരു ബഞ്ച് ഓഫ് സാധനങ്ങളുണ്ട് വെച്ച്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് ജേർണി? ഇന്റേൺഷിപ്പ് ആക്ച്വലി നല്ല ഫണ്ണായിരുന്നു. ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പം എല്ലാവരും ഭയങ്കര ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര എല്ലാവരെയും പോലെ തന്നെ, അതായത് മെയിനായിട്ട് ഞാൻ തോന്നുന്നു എനിക്ക് വിമൻ ആയിരിക്കും കുറച്ചും കൂടെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും ഓൺ ദ വർക്ക് ദേ ഡു. അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ ഓർ ദ വാലിഡേഷൻ പ്രോബ്ലം അങ്ങനെ കുറേയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഐ വാസ് തിങ്കിങ് ഇവരെന്നെ കൊണ്ട് എന്തൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇൻ എവറി സ്റ്റേജ് അവർ വെരി വെൽ ടുക്ക് കെയർ ഓഫ് ഞാൻ പ്രോപ്പർലി വാലിഡേറ്റഡ് ആണ് ഓർ എനിക്ക് വേണ്ട ഔട്ട്പുട്ട്സ് എനിക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ. സോ അത് ലൈക്ക് ആസ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പ്ലേസ്മെൻറ്റ്സ് ഒന്നും നോക്കുന്നില്ല, എനിക്ക് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോൾ എനിക്ക് എങ്ങനെയോ ദ ബെസ്റ്റ് ഡിസിഷൻ വിച്ച് ഐ ടുക്ക് ഇൻ 2 or 3 months ബാക്ക് വാസ് ജോയിനിങ് ലാസ്റ്റ്. ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമാണ്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു ഒഫീഷ്യൽ പാറ്റേൺ ഒന്നും ഉണ്ടായിരുന്നില്ല. വൺസ് ഐ ജോയിൻഡ് എല്ലാവരും വരുന്നു, കൂടിയിരിക്കുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ വർക്ക് തീർക്കുന്നു. ലൈക്ക് ഭയങ്കര ഫണ്ണായിരുന്നു എല്ലാവരും. ഇപ്പോൾ നമുക്കൊരു സാധനം എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സപ്പോർട്ട്. ഇപ്പം നമ്മൾ വിഷൻ പ്രോ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. വി ഹാവ് എ വിഷൻ പ്രോ, എന്ത് സാധനം വേണമെങ്കിലും. ആൻഡ് ഞാനൊരു 1 month വർക്ക് ചെയ്തതിന് ദേ ഗിഫ്റ്റഡ് മീ മറ്റേ iPhone 15 Pro ഒക്കെ. അപ്പോൾ ലൈക്ക് അവരെല്ലാവരും ഇറ്റ് ഈസ് മോർ ഓഫ് ലൈക്ക് എ ഫാമിലി ടു മീ. പക്ഷേ ഇങ്ങനെയാണ് എല്ലാ കമ്പനീസെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതായത് വേറൊരു സ്ട്രക്ചറുള്ള സാധനങ്ങൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടാവും. ബട്ട് ദെൻ വേറെവർ യു ഗോ അതെല്ലാം കുറച്ച് ടൈമിനുള്ളിൽ മിക്കവാറും ശരിയാവും. പക്ഷേ ആൻഡ് ദെൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടൈംസ് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാതിരിക്കുക എന്ന് തന്നെ ഞാൻ പറയാം. അതായത് കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ് ഇനഫ്
നമ്മുടെ കമ്പനിയൊക്കെ ഇതേ മേക്ക് ഷുവർ ദാറ്റ് ദ പേഴ്സൺ ഇസ് പ്രോപ്പർലി ഗെറ്റിംഗ് പെയ്ഡ്. അപ്പം അങ്ങനെ പേയ്മെൻറ്റ് കിട്ടാതെ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ എടുക്കുന്നത്. ബട്ട് ദെൻ അവിടെ അങ്ങനെ ഒരു ജോലി കിട്ടി. പക്ഷേ അങ്ങനെ സ്റ്റക്കായി പോവാതെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇനി ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ള സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പം നമ്മളൊരു ജോബിൽ സാഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതിൽ തന്നെ സ്റ്റെക്ക് ഓൺ ചെയ്യേണ്ട അങ്ങനെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ നിന്നിട്ട് തന്നെ നോക്കാം. ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ചേസിങ് വാട്ട് യു റിയലി വാണ്ട്. ദിസ് വാസ് എ ലോങ് കോൺവെർസേഷൻ. പക്ഷേ ഭയങ്കര റിലേറ്റബിളും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ പറയുക, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ കുറേ വിമന് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നിയ ഒരു കോൺവെർസേഷനാണ്. സച്ച് ആൻ അമേസിങ് മേക്കർ, കുറേ ടെക് കാര്യങ്ങൾ ഇപ്പോൾ വർഷ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്സിൽ CS-ൻ്റെ 4 years ഓഫ് ഇതിൽ കാണുന്ന സാധനങ്ങളാണ് വർഷ ജസ്റ്റ് ലൈക്ക് ഒരു എവറി ഡേ പ്രോബ്ലം പോലെ പറഞ്ഞത്. So it was very interesting to know such a person. Like anybody can do it irrespective of the gender or irrespective of anything. If you have the passion or if you have the interest to do and learn and grow, everything is possible എന്ന് വർഷ ഈസിലി കാണിച്ചു. ലൈക്ക് നമ്മൾ ഡൊമെയിൻ ചെയ്യാത്തൊരു ഫീൽഡാണെങ്കിൽ പോലും, നമുക്ക് ഡോമിനേറ്റ് ചെയ്യാത്ത ഫീൽഡാണെങ്കിൽ പോലും നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈസിലി ഗ്രോ ചെയ്യാൻ പറ്റും, അതിൽ എക്സൽ ചെയ്യാൻ പറ്റും, എക്സ്പെർട്ടൈസ് ആവാൻ പറ്റും എന്നുള്ളത് യു ഹാവ് ഷോൺ. ആൻഡ് ഇറ്റ് വാസ് അമേസിങ് ഹാവിങ് ദി കോൺവെർസേഷൻ വിത്ത് യു. ഐ ഹാഡ് ലോട്ട് ഓഫ് ഫൺ ആൻഡ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ്സ് ഫ്രം യു.